എൻ്റെ വാഫിയ ബേബിക്ക് ഞാൻ ഖത്തറിൽ വെച്ച് എങ്ങനെയാണ് പാസ്പോർട്ടിന് അപ്ലൈ ആക്കിയെന്നുള്ളൊരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വെച്ച് എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് ചോദിച്ചാൽ കേട്ടോ മോളുടെ വിസയുടെയും പാസ്പോർട്ടിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ പാസ്പോർട്ടിനെ പറ്റിയിട്ടാണ്. പാസ്പോർട്ട് എടുക്കാൻ നിൽക്കുന്ന പേരൻസിന് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ആക്കണം. പാസ്പോർട്ട് എടുക്കുന്നതിന് ഫസ്റ്റ് വേണ്ട ഡോക്യുമെൻ്റ് ആണ് ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ തന്നെ ഇതിന് അപ്ലൈ ആക്കി ഒരു 1 വീക്കിനുള്ളിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയായിരുന്നു. പേരൻസിൻ്റെ ID, ബേബിയുടെ ഫോട്ടോ, ഒരു 4 ഫോട്ടോ, മാരേജ് സർട്ടിഫിക്കറ്റ്, അനക്ഷർ ഫോം, പിന്നെ പേരൻസിൻ്റെ അഡ്രസ് പ്രൂഫ്, അതായത് പാസ്പോർട്ട് രണ്ടുപേരുടെതും വേണേ. ഇത് ഇത്രയും വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ വരെ ഒരു ഫോം എടുത്ത് ഇത് പ്രിന്റ് ചെയ്ത് ബേബിയുടെ ഫോട്ടോ ഇട്ടിച്ച് അതിനകത്ത് ബേബിയുടെ തമ്പും ബ്രഷനും കൂടെ എടുക്കണം കേട്ടോ. അപ്പം ഇത്രയും റെഡി ആക്കിയിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്കാക്കണം. അപ്പോയിൻമെൻറ്റ് ബുക്കാക്കിയ പറഞ്ഞ ടൈമിന് നമ്മൾ എംബസിയിൽ എത്തണം. ഈ എംബസിയിൽ എത്തുന്ന ടൈമിൽ ചെറിയൊരു ഫീ ഉണ്ട്, 366 രൂപ. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഒന്ന് പാസ്പോർട്ടിൻ്റെതും ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ ബേബിയുടെ ബർത്ത് രജിസ്റ്റർ ആക്കും. അപ്പോൾ ഒരു എംബസി ത്രൂ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് തരും. അപ്പം ഇതിനും കൂടെയൊക്കെ കൂട്ടി ആയിട്ട് മൊത്തത്തിലുള്ളൊരു ഫീ ആണ് ഈ 366 രൂപ. ഇത് ബാങ്ക് ത്രൂ നടക്കത്തില്ല, നമ്മൾ കയ്യിൽ തന്നെ അവർക്ക് ക്യാഷ് കൊടുക്കണം കേട്ടോ. നമ്മൾ ബേബിയായിട്ട് ചെല്ലുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ക്യൂവിലൊന്നും നിൽക്കണം, നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ഈ ഫോം കൊടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് തിരിച്ച് വരാവുന്നതാണ്. എനിക്കങ്ങനെ വലിയ ടൈമൊന്നും എടുത്തില്ലായിരുന്നു. ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ അവരൊരു ടൈം തരും, ആ ടൈമിന് വന്ന് നമുക്ക് പാസ്പോർട്ട് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ മോളുടെ പാസ്പോർട്ട് എടുത്തതിൻ്റെ എൻ്റെ ഒരു അനുഭവം. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.